ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ടേ എല്ലാ ഞായറാഴ്ചയും നല്ല വെയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മെയിനായിട്ട് പോകുന്ന സ്ഥലമാണ് കാർബോർഡ് സെയിൽ. അപ്പോൾ ഇവിടുത്തെ എൻട്രി ഫീസ് എന്ന് പറയുന്നത് 2 പൗണ്ടാണ്. അപ്പോൾ ഒരു കാറിന് 2 പൗണ്ട് കൊടുത്ത് നമ്മൾ എൻട്രി ചെയ്തു കേട്ടോ. ഈ കാണുന്നത് വലിയൊരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ട് ഫുൾ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. ഇന്ന് ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അതുപോലെ ക്ലൗഡ്സൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ വിൻഡോ സ്ക്രീനിൽ കാണുന്ന പോലത്തെ നല്ല ഭംഗിയുള്ള ക്ലൗഡ്സ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച പോലത്തെ അത്രയും ഭംഗിയായിരുന്നു. അപ്പോൾ കാർബോർഡ് സെയിൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള എന്ത് സാധനം നമുക്ക് വിൽക്കാൻ പറ്റും. നമ്മൾക്ക് ചെറിയൊരു എമൗണ്ട് എൻട്രൻസ് ഫീസ് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കാറിൽ തന്നെ എല്ലാ സാധനവും നമുക്ക് വിൽക്കാൻ പറ്റും. എന്ത് സാധനം ഉണ്ടാവും, ഡ്രസ്സ്, കളിപ്പാട്ടങ്ങൾ, നമ്മൾ ഉപയോഗിച്ചതായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ആവശ്യമില്ലാത്തതായിരിക്കാം, അത് ചെറിയ പൈസയ്ക്ക്. പക്ഷെ ചില സാധനങ്ങളൊക്കെ നല്ല പുതിയ ബ്രാൻഡഡ് സാധനങ്ങൾ ഉണ്ടാവാറുണ്ട്, അതിന് ഇത്തിരി പൈസ ഉണ്ടാവും. എന്നാലും നമുക്ക് കമ്പാരിറ്റീവ്ലി കടകളിൽ നിന്ന് മേടിക്കുന്നതിനേക്കാളും പൈസ കുറവായിരിക്കും ഈ കാർബോർഡ് സെയിലിൽ നിന്ന് മേടിക്കുമ്പോൾ. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് മീൻ പിടിക്കാനുള്ള സാധനങ്ങളുടെ ആക്സറീസ്, ഫിഷിംഗ് ആക്സസറീസ് ഒക്കെ നമുക്ക് റേറ്റ് കുറയുന്നതൊക്കെ ഈ കാർബോർഡ് സെയിലിൽ നിന്നൊക്കെ മേടിക്കാൻ പറ്റും. അതുപോലെ വിൻറ്റേജ് ക്യാമറാസ്, അതുപോലെ വിൻറ്റേജ് പല കുഞ്ഞു കുഞ്ഞു കാറുകൾ, ഗണ്ണ്, അതുപോലത്തെ കുറേ സാധനങ്ങളൊക്കെ ഇപ്പം ഹണ്ട് ചെയ്യാൻ പോകുന്നവർക്കുള്ള ഗണ്ണ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് വിൻറ്റേജ് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ കാർബോർഡ് സെയിലൊക്കെ പോയി ഇഷ്ടംപോലെ സാധനങ്ങൾ, പക്ഷേ ഇത്തിരി സമയം മെനക്കെടുന്നുള്ളൂ. നോക്കി കണ്ടുപിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി സാധനങ്ങൾ കിട്ടും കേട്ടോ, വീട്ടിലൊക്കെ വെക്കാൻ പറ്റിയത്. ഈ ഒരു കാർബോർഡ് സെയിൽ ഒരു 12 തൊട്ടൊരു 3 മണി വരെയാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നുണ്ടാവുക. പിന്നെ ചെടിത്തൈകളൊക്കെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പം അത് മേടിക്കും. അപ്പോൾ അത് ഈ മാരിഗോൾഡ് ചെണ്ടുമല്ലി നമ്മുടെ നാട്ടിലത്തെ അത് കണ്ടപ്പോൾ ഞാനത് മേടിച്ചു. അതുപോലെ ഇവിടെ കേക്കൊക്കെ അവൈലബിൾ ആയിരുന്നു. കേക്കൊന്നും എനിക്ക് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് മേടിച്ചില്ല. ഇതുപോലെയുള്ള സൺഡേസ് നമ്മൾ വീട്ടിൽ ചുമ്മാ ഇരിക്കണേക്കാൻ ഭേദം ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ പോകുന്നതല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിൽ പോകാൻ കേട്ടോ.